നിന്റെ ലൈഫിലെ നിന്റെ ഒരു ദിവസത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 മൊമെന്റ്സ് എടുക്കുകയാണെങ്കിൽ അത് സൺറൈസിലും സൺസെറ്റും ആയിരിക്കും അല്ലെ. ലൈക്ക് ആ ഒരു ഈവനിങ്, ആ ഒരു ടൈം പകലാണോ എന്ന് ചോദിച്ചാൽ പകലല്ല, രാത്രിയാണോ ചോദിച്ചാൽ രാത്രി ആയിട്ടുമില്ല, ആ ഒരു മൊമെന്റ്. അതേപോലെ തന്നെ നിന്റെ ലൈഫിലും നീ ഒരു ബോയ് ആണോ എന്ന് ചോദിച്ചാൽ ബോയും അല്ല, എന്നൊരു മാൻ ആയെന്ന് ചോദിച്ചാൽ മാൻ ആയിട്ടുമില്ല, ആ ഒരു പീരിയഡ് അഡൾട്ട്ഹുഡ്. ഇറ്റ് ഈസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം. ഐ എക്സ്പ്ലെയിൻ. ഞാൻ 9th പഠിക്കുമ്പോൾ എൻ്റെ ഫിസിക്സ് ടീച്ചർ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ക്ലാസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ് ഏതാ, ടൈം ഏതാന്ന് ചോദിച്ചു. അപ്പോൾ മെജോറിറ്റി ആൾക്കാരും ആൾ കല്യാണം കഴിഞ്ഞ് വന്നാണല്ലോ, അപ്പോൾ ആ ഒരു ടൈമിനെ പറ്റി പറയാൻ പോവാന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കുറേ പേര് പറഞ്ഞു മാരേജ് ഒബ്വിയസ്ലി. ഹി സെഡ് നോ. പിന്നെ ഞങ്ങൾ ചിലർ പറഞ്ഞു കോളേജ് നോ. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഫസ്റ്റ് ജോബ്. ഹി സെഡ് നോ. അപ്പോൾ ഞങ്ങൾ ബി കെപ്റ്റ് ഓൺ ഗസ്സിങ്. ഞങ്ങൾ ലാസ്റ്റ് മടുത്തു, ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹി സെഡ് ഇറ്റ്സ് നൗ. അപ്പോൾ ഞങ്ങൾ വാസ് എന്ത് നൗ? അപ്പോൾ ഹി ടോൾഡ് ഇറ്റ്സ് യുവർ ടീനേജ് ആൻഡ് യുവർ അഡൾട്ടിങ് പീരിയഡ് ഓഫ് ലൈഫ് വിച്ച് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. കാരണം ആ ഒരു പീരീഡിൽ നമുക്കധികം റെസ്പോൺസിബിലിറ്റി ഇല്ല, നമുക്കധികം ടൈമും ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ട യു ഹാവ് യുവർ ക്ലോത്ത്സ്, യു ഹാവ് ഷെൽട്ടർ, യു ഹാവ് ഇനഫ് ഫുഡ്, അത്തരം കാര്യങ്ങളുണ്ട്. നമുക്ക് അധികം റെസ്പോൺസിബിലിറ്റി ഇല്ല, നമുക്ക് ലൈഫ് ടു ദ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡാണത്. പക്ഷേ ഈ അഡൾട്ട്ഹുഡിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ ഒരു തിരക്ക് കൂടുതലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് കടക്കും. ഓക്കെ, യു ഹാവ് മോർ റെസ്പോൺസിബിലിറ്റീസ്, യു ഹാവ് മോർ തിങ്സ് ടു ഡു. അങ്ങനെ നീ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആവും, കുറച്ചുകൂടെ മെച്യൂർ ആവും. അപ്പോൾ നീ കുറേ കാര്യങ്ങൾ മറന്നു പോയിൻ്റെ ഇടയ്ക്ക്. ലൈക്ക് ഞാൻ വണ്ടർലേക്കോ അങ്ങോട്ടോ ടൂർ പോയ ടൈമിൽ ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ഓൺ എ ട്രിപ്പ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് അമ്മേൻ്റെ ഫോൺ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എവറിബഡി ഹാവ് ദിയർ ഓൺ ഫോൺ, ഐ ഡോണ്ട് ഹാവ് വൺ. അപ്പോൾ അമ്മേൻ്റെ ഫോൺ എനിക്ക് തന്നെ ആൻഡ് ഷീ യൂസ്ഡ് വീട്ടിലുള്ള ഒരു പഴയ ഫോൺ അമ്മ എടുത്തു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇസ് ഐ ഡിഡ്ന്റ് കോൾ ഹർ. ഐ വാസ് ബിസി ടേക്കിംഗ് പിക്ചേഴ്സ്, എൻജോയിങ്, പാർട്ടിങ് ആൻഡ് യാ ഐ ഡിഡ്ന്റ് കോൾ മൈ പാരൻസ്. ആൻഡ് ഷീ അതെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇടയ്ക്കൊന്ന് വിളിക്കാം, അത്ര പറഞ്ഞുള്ളൂ. എന്നിട്ട് ഫോൺ വെച്ചു. അപ്പോൾ ആ ഒരു അഡൾട്ടിങ്, ആ ഒരു സ്റ്റേജിൽ പലപ്പോഴും നിൻ്റെ ഒരു ഫ്രണ്ട്സ് പറയുന്നത് എനിക്ക് കൂടുതൽ അതായിരിക്കും നീ കൂടുതൽ ഫോളോ ചെയ്യുക. പാരൻസിനെ വിളിക്കാൻ മറന്നു പോകും. നീ ഡെയിലി ഏറ്റവും അർജൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. ലൈക്ക് ഡെയിലി വർക്കൗട്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഡെയിലി കളിക്കാൻ പോകണമെന്നില്ല. അങ്ങനെ അർജൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലവ്, ഫാമിലി, ഹെൽത്ത് ഒക്കെ മറന്നു പോകും. അപ്പോൾ ദിസ് ഈസ് വീഡിയോ ടു റിമൈൻഡ് യു, യു ഹാവ് ഇനഫ് ടൈം, യു ഹാവ് ടൈം to change your life. ഈ ഒരു ടീനേജ്, ഈ ഒരു അഡൾട്ട്ഹുഡ്, അത് ഇഫ് യു ആർ ഇൻ യുവർ ടീൻ ആക്ട് ലൈക്ക് എ ടീൻ, ഡോണ്ട് ആക്ട് ലൈക്ക് എ 20 or 30-year-old. ഞാൻ അത് പറയാൻ കാരണം ഞാൻ പേഴ്സണലി ഭയങ്കര ചെറുതായിരിക്കുമ്പോൾ ഒക്കെ എനിക്ക് വലുതായിട്ട് വേണം ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാൻ, ഐ നീഡ് ടു ബിക്കം എ മാൻ എന്നുള്ളൊരു ഓട്ടത്തിലായിരുന്നു. പക്ഷേ when I started becoming a man, I understood I shouldn't have rushed. I'll anyway become a man, but I could have enjoyed my teenage years a lot more better. So this video is for you if you are taking your life too seriously. Nobody gives a fuck, so enjoy and have a good time. Thank you.